സോ ഹായ് ഓൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലേൺ ഫേസ്ലെസ് യൂട്യൂബ് ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് SSLC ഹിസ്റ്ററിയിലെ 45+ മാർക്ക് ഷുവർ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ ഏകദേശം 1.39K ആയിട്ടുണ്ട്. ഏകദേശം 1-2 സബ്സ്ക്രൈബ് ഇട്ട് 1.4K ആവും. സോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് 4K ആക്കുക. അതേപോലെ ഇതിൻ്റെ നോട്ട് നമുക്ക് ആവശ്യമുണ്ട്, നിങ്ങൾ വാട്സ്ആപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഗീവവേൻ്റെ ഫോമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എന്ത് കൊടുത്തിട്ട് നമ്മൾ വാട്സ്ആപ്പ് ചാനലിൽ ഈ ഒരു വാട്സ്ആപ്പ് ചാനലിൽ നമ്മൾ ഗീവ് അവേൻ്റെ ഫോമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നാളെ ഗീവ് അവേക്ക് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമുള്ള ഒരു വീഡിയോ നമ്മൾ വരുന്നുണ്ട്. സോ എന്ത് ചെയ്യുക, മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്ത് നമ്മൾ ഇനി നമുക്ക് ഏഴാമത്തെ ചാപ്റ്ററിലെ മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വിത്ത് ആൻസർ ഇല്ല, ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഇൻസ്ട്രുമെന്റ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇത് സ്വതന്ത്രാന്തര രീതിയിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വിഷമം പിടിച്ചൊരു വെല്ലുവിളിയായി മാറിയ സാഹചര്യം വ്യക്തമാക്കുക. ഒന്നാമത്തെ നാളത്തെ എക്സാം പേപ്പറിൽ കാണാൻ സാധിക്കും. ഒരു 4 മാർക്കിന്റെ ഒരു ഷുവർ ആയിട്ടുള്ള ഒരു പ്രെഡിക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇത് നാളെ നിങ്ങൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ അതേപോലെ എക്സ്പ്ലെയിൻ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്, അതായത് പഞ്ചശീല തത്വങ്ങൾ 4 മാർക്കിന് നിങ്ങൾക്ക് നാളെ എക്സാമിന് കാണാൻ സാധിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തത് ഇനി ആ ചാപ്റ്ററിന് അത്രയല്ലേ ഒരുപാട് ചോദിക്കാനുണ്ട്. നമ്മൾ ഏറ്റവും ഷോർട്ട് ആക്കിയില്ല, വളരെ പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി സിവിക് കോൺഷ്യസ് പൗരബോധം എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ് പൗരബോധം? ഇതൊരു 2 മാർക്കിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് അടുത്തത് പൗരബോധത്തിന്റെ പ്രാധാന്യം, ഇതൊരു 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്, അറിഞ്ഞിരിക്കുക. ദെൻ നെക്സ്റ്റ് ഫാക്ടർ ഡിറ്റർമിങ് സിവിക് കോൺഷ്യസ്, അതായത് ഫാമിലി, എഡ്യൂക്കേഷൻ, സോഷ്യൽ സിസ്റ്റം, അസോസിയേഷൻ, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് മീഡിയ എന്ന് കേട്ടോ. മീഡിയ ഓക്കെ, മീഡിയ ഇതിനെക്കുറിച്ച് ഇതിന്റെ ഫുള്ള് ഡെപ്തുള്ള പാരഗ്രാഫ് ഒരു 6 മാർക്ക് നമുക്ക് ഒന്നെങ്കിൽ എസ്സേയോ അല്ലെങ്കിൽ 4 മാർക്ക് നമുക്ക് അല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യനോ ചോദിക്കാൻ വളരെയധികം സാധ്യത കൂടുതലുണ്ട്. ഇനി ബ്രിട്ടീഷ് ചൂഷണങ്ങളുടെ ചെറുത്തുനിൽപ്പ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഈ ഭരണകാലത്ത് ഇന്ത്യയുടെ പരമ്പരാഗത വ്യവസായം തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്ക് ഇവിടെ 4 മാർക്കിന് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് നിങ്ങൾക്ക് നാളെ കാണാൻ സാധിക്കും. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ബ്രിട്ടീഷ് ഇന്ത്യൻ സൈനിക ദുരിതങ്ങൾ, 1990 കലാപങ്ങൾ, ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നാളെ കാണാൻ സാധിക്കും. 4 മാർക്കിന്റെ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് സംസ്കാരവും ദേശീയത എന്ന ചാപ്റ്ററിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. രാജാറാം മോഹൻ റായ് 3 മാർക്കിന് അവന്റെ ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ചോദിക്കട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് റൂൾസ് ഓഫ് ന്യൂസ് പേപ്പറിന്റെ ക്വസ്റ്റ്യൻ ഇല്ലാത്തില്ല. ന്യൂസ് പേപ്പർ ഒരു 4 മാർക്കിന് പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വലിയ കള്ളിയില്ല, ഇങ്ങനെയുള്ള സാധനല്ലേ ഈ ബോക്സുകളിലെ ആ ഒരു സാധനം എന്ത് ചെയ്യുക, വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് അടുത്തത് എന്താ നാഷണൽ ആർട്ട് ഇൻ കല, ഇതൊരു 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കല എല്ലാവിധ കലയുണ്ട്, ആ കലകളെ കുറിച്ച് പഠിക്കാൻ 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. 1 വേർഡ് 2 മാർക്കിന് ചോദിക്കാൻ, അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിക്കട്ടോ. ക്വസ്റ്റ്യന്റെ പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് അടുത്തത് സമരവും സ്വാതന്ത്ര്യവും എന്ന ചാപ്റ്ററിൽ നിന്ന് പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ഏർലി സ്ട്രഗിൾ അല്ലെ, ഏർലി സ്ട്രഗിൾ ചോദിക്കാൻ സാധ്യത കേട്ടോ. ഏർലി സ്ട്രഗിൾ ഓക്കെ, ഏർലി സ്ട്രഗിൾ ചോദിക്കാൻ സാധ്യത ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്കിന്റെ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എത്ര മാർക്കാണ്? 2 മാർക്കിന്റെ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകേണ്ട. നെക്സ്റ്റ് അടുത്തത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യകാല സമരങ്ങൾ. സോ ഫസ്റ്റ്, അതായത് റിസൾട്ട് ഓഫ് ഏർലി സ്ട്രഗിൾസ് ഇമ്പോർട്ടന്റ് ആണ്. 4 മാർക്കിന്റെ പ്രെഡിക്ഷൻ ക്വസ്റ്റ്യൻ ആണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രഡിക്റ്റഡ് കൊടുക്കുകയാണ്. ഇനി നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് നിസ്സഹര സമരം, ഇതിൽ 4 മാർക്കിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നാളത്തെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അടുത്തത് ഇനി 1 മാർക്കിന് ക്വസ്റ്റ്യൻ 1929 നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തായിരുന്നു? 1 മാർക്കിന് പ്രഡിക്റ്റഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഉപ്പ് സാൾട്ടിനെ കുറിച്ച് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 100% പ്രഡിക്റ്റഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചു വെക്കണം സഹോദര, പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. ക്വിറ്റ് ഇന്ത്യ എന്ന് കേട്ടാൽ നോക്കാം. അടുത്ത് ഗാന്ധിജിയുടെ സമീപനത്തിനോട് അഭിപ്രായങ്ങളും പ്രസ്താവനകളും ദേശീയ സമരത്തിൽ നിർണയിച്ചത്. ഗാന്ധിജിയുടെ പങ്ക് വിശദീകരിക്കുക. 6 മാർക്കിന് എസ്സേ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പക്ഷേ ഇത് തന്നെ ചോദിക്കാൻ മറന്നു പോകേണ്ട, അല്ലെങ്കിൽ ആ പാഠത്ത് നിന്ന് വേറെ ഏതെങ്കിലും. സ്വതന്ത്ര സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസ് വളരെ ഇമ്പോർട്ടന്റ് വ്യക്തിയാണ്. സോ 4 മാർക്കിന് പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 4 മാർക്കിന് പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് അടുത്തത് രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും, ലാസ്റ്റ് ഫൈനൽ ചാപ്റ്റർ രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രം എന്ന ചാപ്റ്ററിൽ നിന്ന് എന്തെല്ലാം ചോദിക്കുമെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ 4 മാർക്കിന്റെ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കല്ല, സോറി, 2 മാർക്കിന്റെ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോളാണ്ടി. അടുത്തത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ സൂചിപ്പിക്കുക. 3 മാർക്കിന് 3 മാർക്കിന് പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകേണ്ട. നെക്സ്റ്റ് അടുത്തത് ലിസ്റ്റ് ഔട്ട് ഓഫ് മേജർ
ഡിമെൻഷൻസ് ഓഫ് സോവറിറ്റി ഇതെന്താ ഇവിടെ എന്താ പറഞ്ഞത് പരമാധികാരത്തിന് രണ്ടെണ്ണം എന്താ രണ്ടെണ്ണം ചിലപ്പോൾ രണ്ടോ മൂന്നെണ്ണം ചോദിക്കാം. സോ എന്ത് ചെയ്യുക 2 മാർക്ക് പ്രെഡിക്റ്റ് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മളെന്താ സിറ്റിസൺഷിപ്പ് അതായത് എന്താ പൗരബോധത്തെ തത്വത്തെ വിശദമാക്കുക 2 മാർക്കിന് പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2 മാർക്കിന് പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് അടുത്തത് അടുത്ത ഒരു 4 മാർക്കിന്റെ പോളിറ്റിക്കൽ സയൻസിന്റെ പഠനശാഖകൾ വിശദമാക്കുക. പോളിറ്റിക്കൽ ബ്രാഞ്ചിന്റെ പൊളിറ്റിക്കൽ സയൻസിന്റെ കേട്ടോ പൊളിറ്റിക്കൽ സയൻസിന്റെ ഈ ഒരു ബ്രാഞ്ചസ് വിശദമാക്കുക. 4 മാർക്കിന് 100% പ്രഡിക്റ്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് 100%ഉം നമ്മുടെ ഹിസ്റ്ററി എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 4 മാർക്കിനും 6 മാർക്കിനും 3 മാർക്കിനും 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന വളരെ അധികം മോസ്റ്റ് റിപ്പീറ്റഡ് ആൻഡ് സെറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്നിവിടെ നിങ്ങൾക്ക് ഞാനിവിടെ ഒരുക്കി തന്നിട്ടുള്ളത്. നിങ്ങൾ മാക്സിമം ആളുകൾ ഷെയർ ചെയ്ത് ഈ പ്രഡിക്ഷൻ എന്ന വീഡിയോ സെറ്റ് ആക്കി തരിക. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഇറ്റ്സ് മീ യുവർ ഫ്രണ്ട് സൈനിങ് ഫോർ ബൈ ലേണിഫൈ റൈറ്റ് യുവർ ആൻസർ.